താങ്ക് യു സാർ. പല ഓണങ്ങളല്ലേ നമുക്ക്. അതെ അതെ. സാറിന് എങ്ങനത്തെ കുറവിലങ്ങളെ പറ്റി ഒരു വാക്ക് പറയാം, നേരത്തെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, പറയാം, കുഴപ്പമില്ല, മതിയോ? അപ്പം നമ്മുടെ അമേരിക്കയിലെ ഓണം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ ഓണസദ്യ ഒക്കെ കഴിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഈ ഓണത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ആ മധുരിമയ എന്നെന്നും തുടരട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഇപ്പോൾ നമ്മൾ ഓണം തുടങ്ങിയിട്ട് ഇവിടെ അമേരിക്കയിൽ പ്രവാസ ലോകത്ത് പ്രത്യേകം ഏതാണ്ട് 2 മാസത്തോളമായി. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരാഴ്ച മാത്രമേ അതിൻ്റെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ, അമേരിക്കയിലെ ആഘോഷങ്ങൾ ജനങ്ങളെ ഹൃദയത്തിലേറ്റി മാവേലി തമ്പുരാനെ അന്നും ഇന്നും എപ്പോഴും വളരെയധികം ആദരവോടെ നമ്മൾ എതിരേൽക്കുന്നു. അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. കുറച്ച് കാലം കൂടി ഇവിടെ ഉണ്ടാകും. ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ അദ്ദേഹം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് നടക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ ഹ്യൂസ്റ്റണിലെ ഒരു ആദ്യകാല ഒരു ദേവാലയമാണ് മാർത്തോമ ട്രിനിറ്റി മാർത്തോമ ചർച്ചാണ്. ഇവിടെ ആദ്യകാലത്ത് ഉണ്ടായ ഇവിടുത്തെ 50 വർഷം ഈ വർഷമാണ്, കഴിഞ്ഞ വർഷം 50 വർഷം 50 വർഷം ഉള്ള പഴക്കമുള്ള ഒരു ദേവാലയമാണ്. ഇവിടെ ധാരാളം പേര് വിശ്വാസികൾ എല്ലാ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. അതേമാതിരി നമ്മുടെ ഓണം മാതിരിയുള്ള കേരളീയ ഉത്സവങ്ങൾ, ഇന്ത്യൻ ഉത്സവങ്ങൾ ഇവിടെ കൂടാറുണ്ട്. ഇത് വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ്. എയർപോർട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഇവിടെ നിന്നൊരു 10-15 മിനിറ്റിനകം എത്തിച്ചേരാം. ഹോബി എയർപോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാബലി തമ്പുരാനും എളുപ്പത്തിൽ ഹോബി എയർപോർട്ടിൽ വന്ന ശേഷം ഒന്ന് വിളിച്ചാൽ മതി. ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളായ മലയാളികൾ എപ്പോഴും സദാ സന്നദ്ധമാണ് മഹാരാജാവിനെ എതിരേൽക്കാനും അദ്ദേഹത്തെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. പിന്നീട് ഓണത്തെപ്പറ്റി ഈ ധാരാളം പ്രാവശ്യം ഞാൻ സന്ദേശമല്ല പറയുന്നത്, എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓണ സന്ദേശം തരേണ്ടത് മഹാബലി തമ്പുരാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ എപ്പോഴും കേൾക്കാൻ താല്പര്യപ്പെടുന്നത്. ഓണത്തിൻ്റെ ഒരു കൊച്ചു വർത്തമാനം എന്ന് മാത്രം. ഇതിലൊക്കെ ഒരു കാര്യം ചോദിച്ചാലേ സാറ്, ഏറെക്കുറെ 10-40-50 വർഷമായില്ലേ? ഞാൻ 50 വർഷം കഴിഞ്ഞു അമേരിക്കയിലായിട്ട്. ആദ്യകാലങ്ങളിലെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിലൊരു വ്യത്യാസം ഉണ്ട്, തീർച്ചയായിട്ടും. ഒത്തിരി അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് വേണം പറയാൻ. ആദ്യകാലത്ത് ഞാൻ ന്യൂയോർക്കിലാണ് വന്നത്. ഏറ്റവും ആദ്യം സ്റ്റാച്യു ഓഫ് ലിബർട്ടി കുടികൊള്ളുന്ന ന്യൂയോർക്ക് സിറ്റിയിലാണ് ഞാൻ ആദ്യം വന്നത്. 1975 ആദ്യം ആണ് ഞാനിവിടെ എത്തിയത്. എത്തുമ്പോൾ മലയാളികൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. ആരംഭകാലത്ത് 65 വന്നവർ കപ്പലിലാണ് വന്നത്. ഞങ്ങളൊക്കെ പിന്നെ വിമാനത്തിൽ കയറിയാണ് വന്നത്. വിമാനത്തിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ മലയാളികൾ ഇതിൻ്റെ ഒരു 10 പോലുമില്ല. അന്ന് ഒരു മലയാളിയെ കണ്ട വളരെയധികം സന്തോഷമായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു മലയാളി വന്നിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തേടിയെത്തുമായിരുന്നു, അവിടെ പരിചയപ്പെടുമായിരുന്നു. അതേമാതിരി ഈ ഓണം മാതിരിയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുവാൻ വേണ്ടി, ഇത് കൊണ്ടാടുവാൻ വേണ്ടിയാണ് പിൽക്കാലത്ത് സമാജങ്ങളുണ്ടായത്, സംഘടനകളുണ്ടായത്. അപ്പോൾ ഇന്ന് റെഡിമെയ്ഡ് ഓണസദ്യയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അന്ന് റെഡിമെയ്ഡ് സദ്യകളില്ല, ഹോം മെയ്ഡാണ്. അപ്പോൾ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം ടാരി ടൗൺ ഹഡ്സൺ റിവറിൻ്റെ പരിസരത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാനും ഭാര്യയും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് അവിടെ വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു, അധികം പേരില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ഭവനങ്ങളിൽ കൂടി ഓണം, അതായത് ഓണത്തിൻ്റെ തലേന്ന് ഞങ്ങളെല്ലാവരും കൂടി പച്ചക്കറി മാർക്കറ്റിലൊക്കെ പോയി ധാരാളം പച്ചക്കറികളൊക്കെ വാങ്ങി അതെല്ലാം വെട്ടി അരിഞ്ഞ് നുറുക്കി
അതെല്ലാം ഞങ്ങൾ തന്നെ പാകം ചെയ്യുകയാണ്. അത് തന്നെ ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓണത്തിൻ്റേതായ ഒരു ചുറ്റുവട്ടങ്ങൾ ചില കല്യാണ വീട്ടിൽ നാട്ടിലൊക്കെ ചെയ്യാറില്ലേ തലേന്ന്, അതേമാതിരിയുള്ള ഒരു വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് മലയാളികളാണ് ഹ്യൂസ്റ്റൺ പട്ടണങ്ങളിൽ. അതെ 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 അതെ. താങ്ക് യു സാർ, സമയക്കുറവുകൊണ്ടാണ്. നമുക്ക് പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച് അവസരം തന്ന ഹ്യൂസ്റ്റൺ വോയിസ് TV സെൻറ്റി ഉമ്മൻ സാറിനും വളരെയധികം, അദ്ദേഹം ഇവിടെയുള്ള മിക്കവാറും ഉള്ള പരിപാടികളെല്ലാം വളരെ സജീവമായി രംഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ TV പ്രോഗ്രാം നമുക്ക് എപ്പോഴും എവിടെയും വാച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ വളരെയധികം പോപ്പുലറായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഹോം വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ അതേമാതിരിയുള്ള ഈ ഹ്യൂസ്റ്റൺ വോയിസ് TV ഒരു ആരാധകനാണ്. എനിക്ക് ഇത്രയും നേരം അവസരം തന്നതിന് ഞാൻ അകൈതമായ നന്ദി മിസ്റ്റർ സെൻറ്റി ഉമ്മനോടും ഈ TV പ്രോഗ്രാമിനോടും പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു.